Good morning. Ansi, good morning. Good morning, sir. Rasina, good morning. Shruti, Narmida, Pravina, Raj. Good morning, sir. Good morning, sir. Yes, good morning. Good morning. Yes. ടീച്ചർ ഇതുവരെ ശാരീരിക അസ്വസ്ഥതയിൽ നിന്ന് മോചിതയായിട്ടില്ല. ഓക്കെ, പ്രയർ ആരാന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഞാനാണ് സർ. യെസ്. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, കരളിൽ കൂടിയിരിക്കണമേ, എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരിയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ. ഓക്കെ ശ്രുതി, വളരെ ലളിതസുന്ദരമായ വരികൾ, വളരെ ലളിതസുന്ദരമായ ശബ്ദവും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാണ് തോട്ട് ഓഫ് ദി ഡേ? ഞാനാണ് സർ. യെസ്, പറഞ്ഞോളൂ നർമ്മിത. Learn from your mistakes. Failure teaches important lesson to improve in life. Thank you, sir. Okay, that means experience is the best teacher. അല്ലേ നർമ്മിത? വെരി ഗുഡ്, Yes, വെരി sir. ഗുഡ്, വെരി ഗുഡ്. ഇനി സൈനിങ് ഓൺ. സൈനിങ് ഓൺ ഇല്ലെങ്കിൽ സാർ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒരു കുഞ്ഞു പൂച്ചയുടെ ഒരു പാട്ട് പാടിത്തരാം, കാരണം ആരും പ്രിപ്പയർ അല്ല. ഓക്കെ 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 ഓക്കെ, എന്നാ ആയിക്കോട്ടെ ആൻസി. കുഞ്ഞിക്കള്ളി പൂച്ച കുഞ്ഞു വാവയ്ക്കൊപ്പം കൊഞ്ചി കൊഞ്ചി തുള്ളി തുള്ളി കളി തുടങ്ങി. കുഞ്ഞിക്കള്ളി പൂച്ച കുഞ്ഞു വാവയ്ക്കൊപ്പം കൊഞ്ചി കൊഞ്ചി തുള്ളി തുള്ളി കളി തുടങ്ങി. മീശക്കാരി പൂച്ച വാശിക്കാരി പൂച്ച മ്യാവു മ്യാവു പറഞ്ഞു കൊണ്ടോടി കളിയാ, മ്യാവു മ്യാവു പറഞ്ഞു കൊണ്ടോടി കളിയാ. കുഞ്ഞിക്കള്ളി പൂച്ച കുഞ്ഞു വാവയ്ക്കൊപ്പം കൊഞ്ചി കൊഞ്ചി തുള്ളി തുള്ളി കളി തുടങ്ങി. കുഞ്ഞി പിന്നണച്ചു തുള്ളി പശുവിൻ പാൽ നമ്മുടെ കുഞ്ഞിക്കള്ളിപ്പൂച്ച കുടിച്ചിരുന്നു. കുഞ്ഞി പിന്നണച്ചു തുള്ളി പശുവിൻ പാൽ നമ്മുടെ കുഞ്ഞിക്കള്ളിപ്പൂച്ച കുടിച്ചിരുന്നു. പാല് മുന്തി കുടിച്ചു കുഞ്ഞു വയർ നിറച്ചു ഉറങ്ങുവാൻ പട്ടുമെത്ത ചാടിക്കിറങ്ങി. പാല് മുന്തി കുടിച്ചു കുഞ്ഞു വയർ നിറച്ചു ഉറങ്ങുവാൻ പട്ടുമെത്ത ചാടിക്കിറങ്ങി. കുഞ്ഞിക്കള്ളിപ്പൂച്ച കുഞ്ഞു വാവയ്ക്കൊപ്പം കൊഞ്ചി കൊഞ്ചി തുള്ളി തുള്ളി കളി തുടങ്ങി. താങ്ക് യു സർ. ഓ, ഇതൊക്കെ കഴിഞ്ഞിട്ടായിട്ടാണ് ആൻസി. ആ ഫസ്റ്റ് വരി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സാർ, ഇത് എന്റെ മകൻ എല്ലാ ദിവസവും കാണുന്ന കാർട്ടൂണിന്റെ പാട്ടാ, അതാ ഞാൻ പാടിയേ. യെസ്, ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ പ്രിപ്പോസിഷനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ല. പിന്നെ വീഡിയോ കിട്ടിയ ക്ലാസ് ആയതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് പ്രിപ്പോസിഷൻ എന്നുള്ളത് ജസ്റ്റ് തുടങ്ങി വെക്കാം. നമ്മൾ ഹിന്ദി എടുത്തു കഴിഞ്ഞാൽ ഹിന്ദിയിൽ നമ്മൾ
നെ കോസെ കെലിയെ കാക്കെ കി പർമെ. ഹിന്ദിയിൽ എനിക്ക് അയാൾ അറിയാവുന്ന സംഗതി അതാണ്. അപ്പൊ അതുകൊണ്ടത് പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ? ക്ക്, ന്, ഡ്, വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കില്ലേ? ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കില്ലേ? അപ്പോ അതുപോലെ പ്രിപ്പോസിഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളെയാണ്, ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കോമൺ ആയിട്ടുള്ള പ്രിപ്പോസിഷനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കാം. ഇനി ചില വാക്കുകളിൽ കൂടി ചില പ്രിപ്പോസിഷൻ മാത്രമേ വരൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില വാക്കുകളിൽ കൂടി ചില പ്രിപ്പോസിഷൻ വരുമ്പോൾ അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസം വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പോകെ പോകെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. യെസ്, അപ്പൊ ഞാനിവിടെ നിങ്ങളോട് മീ എന്ന് പറയുന്ന ഒരു വേർഡ് പറയുന്നത്. മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്നെ എന്നർത്ഥം. മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ. ആ മീ എന്നുള്ളതിന്റെ മുമ്പില് ടു എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ചേർക്കുക. ടു മീ എന്ന് പറയുമ്പോൾ എനിക്ക്, എന്നോട്. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥം. ടു മീ എന്ന് പറയുമ്പോൾ ആ ക്ക് എന്ന് പറയില്ലേ, അതാണ് അതിന്റെ അർത്ഥങ്ങൾ. എനിക്ക്, എന്നോട്, ഡ് എന്നർത്ഥം വരുന്നത്. അപ്പൊ ആ മീ എന്നുള്ള വേർഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള വാക്ക് ചേർത്താൽ മതി. ടു ദം, അവർക്ക്, അവരോട്. ടു യു, നിങ്ങൾക്ക്, നിങ്ങളോട്. ആ മീ ഒന്ന് മാറ്റിയിട്ട് പകരം നിങ്ങൾക്ക് ഏത് വേർഡാണോ അവിടെ വേണ്ടത് ആ വേർഡങ്ങനെ ചേർത്താൽ മതി. അപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് മീ എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തിരിക്കുന്നു എന്ന് മാത്രമേ. മീ, എന്നെ. ടു മീ, എനിക്ക് അല്ലെങ്കിൽ എന്നോട്. അടുത്ത ഒരു പ്രപ്പോസിഷൻ ആണ് വിത്ത്. വിത്ത് മീ. വിത്ത് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ, എൻ്റെ ഒപ്പം. ഇതാണ് വിത്ത് മീ എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ, എൻ്റെ ഒപ്പം. വിത്ത് ദം, അവരുടെ കൂടെ, അവരുടെ ഒപ്പം. വിത്ത് മൈ ഫാദർ, എൻ്റെ അച്ഛൻ്റെ ഒപ്പം അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ. ആ വാക്ക് മീ എന്നുള്ളത് മാറ്റുക, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ വാക്ക് അവിടെ ചേർക്കുക. യെസ്, അപ്പൊ വിത്ത് മീ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ, എൻ്റെ ഒപ്പം. അടുത്തതാണ് ബൈ മീ. ബൈ മീ മീൻസ് എന്നാൽ. ബൈ ഹരിത, ഹരിതയാൽ. ബൈ ദ പോസ്റ്റ്മാൻ, പോസ്റ്റ്മാനാൽ. അപ്പൊ ബൈ കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു എൽ എന്നർത്ഥം വരും. ബൈ മീ, എന്നാൽ. അടുത്ത വാക്കാണ് ഫ്രം മീ. ഫ്രം മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ നിന്നും. നമ്മളിപ്പോ സാധാരണ കത്ത് എഴുതുമ്പോൾ ഫ്രം വെക്കാറില്ല. ആരാണ്, ആരിൽ നിന്നുമാണ് കത്ത് പോകുന്നത്. ഫ്രം മീ, എന്നിൽ നിന്നും. ഫ്രം മീ. അടുത്ത ഒരു പ്രപ്പോസിഷൻ ആണ് ഇൻ മീ. ഇൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ, അകത്ത് എന്നൊക്കെയാണ് ഇൻ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം. അപ്പൊ ഇൻ മീ എന്ന് പറയുമ്പോൾ എന്നിൽ, എന്റെ അകത്ത് ആണ് ഇൻ മീ. ഇൻ യു, നിങ്ങളിൽ. ഇൻ ദ ബോക്സ്, പെട്ടിയിൽ. ഇൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത് എന്ന് പറയുന്ന അർത്ഥം വരുന്നു. അടുത്തതാണ് ഓൺ മീ. ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ. അപ്പോ ഓൺ മീ എന്ന് പറയുമ്പോൾ എന്റെ മുകളിൽ. ഓൺ മീ, എന്റെ മുകളിൽ. അടുത്തതാണ് അറ്റ് മീ. അറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എന്നർത്ഥം. അപ്പൊ അറ്റ് മീ, എന്റെ നേരെ. അറ്റ് ദ പ്ലേസ്, കളിക്കാരുടെ നേരെ. അറ്റ് ദ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളുടെ നേരെ. അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ. ഇത് കൂടാതെ മറ്റൊരു കുറെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ബാക്കിൽ ഡിസ്കസ് ചെയ്ത് വരാം. ഇതിപ്പോ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യെസ്, അറ്റ് മീ, എന്റെ നേരെ. ഇനി അടുത്തത് ഫോർ മീ. ഫോർ. ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടി എന്നാണ്. അപ്പൊ ഫോർ മീ, എനിക്ക് വേണ്ടി. ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അതുകൂടാതെ ചില സന്ദർഭങ്ങളിൽ ഈ ഫോർ എന്ന് പറയുന്ന വേർഡിന് ബിക്കോസ് എന്നൊരു അർത്ഥം കൂടി വരും. ഇത് വരും ബിക്കോസ്. ബിക്കോസിന് അർത്ഥം കൂടി വരും. യെസ്, അടുത്തൊരു വേർഡാണ് എബൌട്ട് മീ. എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റി അല്ലെങ്കിൽ കുറിച്ച് എന്നാണ് അർത്ഥം. അപ്പൊ എബൌട്ട് മീ എന്ന് പറയുമ്പോൾ എന്നെ കുറിച്ച്. എബൌട്ട് യു, നിങ്ങളെ കുറിച്ച്. എബൌട്ട് ദ പ്രോബ്ലം,
ആ പ്രോബ്ലത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ പറ്റി. കണ്ടോ, എബൌട്ട് പറ്റി അല്ലെങ്കിൽ കുറിച്ച്. അടുത്തത് ആഫ്റ്റർ മീ. ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം. ആഫ്റ്റർ മീ എനിക്ക് ശേഷം. ആഫ്റ്റർ യു നിങ്ങൾക്ക് ശേഷം. യെസ്, ഓക്കെ. അപ്പൊ ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശേഷം. ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുൻപ്. അടുത്ത ഒരു പ്രപ്പോസിഷനാണ് വിത്തൗട്ട്. വിത്തൗട്ട് വിത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം, കൂടെ. വിത്തൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഓപ്പോസിറ്റ്, കൂടാതെ. ഐ ഗോ ദയർ വിത്തൗട്ട് യു. നിങ്ങളെ കൂടാതെ ഞാൻ അവിടെ പോകാറുണ്ട്. യെസ്, അപ്പൊ വിത്തൗട്ട് മീൻസ് കൂടാതെ, കൂടെയില്ലാതെ എന്നർത്ഥമാണ് വിത്തൗട്ട് എന്ന് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ്. അപ്പൊ സാധാരണഗതിയിൽ ഈ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമ്പോഴുള്ള മീനിങ് ആണ് ഞാൻ സൂചിപ്പിച്ചത്, സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. പക്ഷെ ഇത് കൂടാതെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക പ്രിപ്പോസിഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ അതനുസരിച്ച് വ്യത്യാസമുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയാം. കോൾ. കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുക എന്നാണ്. കോൾ ഓൺ എന്ന് പറഞ്ഞു, ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിസിറ്റ് എന്നാണ്. വിസിറ്റ്, VISIT, വിസിറ്റ്. ഇനി കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിസിറ്റ് എന്നാണ്. അപ്പൊ കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് ആണ്, കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിസിറ്റ് ആണ്. എന്നാ പിന്നെ ഏതെങ്കിലും ഒരു പ്രപ്പോസിഷൻ പോലെ കോൾ ഓൺ മാത്രം പോലെ കോൾ അറ്റ് എന്താണെന്ന് ചിന്തിക്കും. പക്ഷെ ഇതിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സന്ദർശിക്കുന്നത് ഒരു വ്യക്തിയെയാണെങ്കിൽ കോൾ കഴിഞ്ഞാലും ഓൺ ഉപയോഗിക്കണം. നമ്മൾ സന്ദർശിക്കുന്നത് ഒരു വ്യക്തിയെയല്ല, മറിച്ച് ഒരു സ്ഥലമാണെങ്കിൽ കോൾ കഴിഞ്ഞാല് ഓൺ ഉപയോഗിക്കരുത്, അറ്റ് ഉപയോഗിക്കരുത്. അപ്പൊ ഓൺ എന്നാണെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം, ഐ കോൾഡ് ഓൺ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാൻ സന്ദർശിച്ചു. അപ്പൊ നമുക്ക് എന്ത് പറയാം? കോൾഡ് ഓൺ. കറക്റ്റാണ്, കോൾഡ് ഓൺ കറക്റ്റാണ്. പക്ഷെ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല സന്ദർശിച്ചത്, ഞാൻ താജ്മഹലാണ് സന്ദർശിച്ചത്. അപ്പോ അതൊരു വ്യക്തിയല്ല, ഒരു സ്ഥാപനമല്ലേ, ഒരു ബിൽഡിംഗ് അല്ലേ. അപ്പൊ എന്ത് പറയണം? ഐ കോൾഡ് അറ്റ് താജ്മഹൽ. അതാണ് കറക്റ്റ്. കോൾഡ് ഓൺ പറഞ്ഞാൽ തെറ്റു അല്ല. അപ്പൊ കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിസിറ്റ് എന്നാണ്, സന്ദർശിക്കുക എന്നാണ്. പക്ഷെ എവിടെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന് ഒരു വ്യത്യാസമുണ്ട്. കോൾ ഓൺ വ്യക്തികളുടെ കൂടെയും കോൾ അറ്റ് സ്ഥലങ്ങളുടെ കൂടെയുമാണ് ഉപയോഗിക്കേണ്ടത്. യെസ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ആയിട്ടുള്ള കുറച്ച് ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ആ ഉപയോഗം കൂടാതെ ചില വേർഡുകൾക്ക് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പൊ നമ്മൾ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. യെസ്. കൂടാതെ ഇവിടെ ഞാനിപ്പോ കോൾ എന്ന് പറയുന്ന വേർഡ് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ വരാവുന്ന വേറൊരു വേർഡാണ് എഗ്രി. എഗ്രി വിത്ത് എ പേഴ്സൺ ടു എ തിങ്. എഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ എഗ്രി വിത്ത് എന്നും പറയും, എഗ്രി ടു എന്നും പറയും. രണ്ട് പ്രപ്പോസിഷൻ ഉണ്ട്. എഗ്രി കഴിഞ്ഞാൽ വിത്തും ഉണ്ടാവും, ടു ഉണ്ടാവും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു പ്രത്യേകതയുള്ള പ്രപ്പോസിഷൻ വിത്തും ടൂവും ആണ്. എഗ്രി കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ധന്യയുടെ ഐഡിയ എന്നോട് പറഞ്ഞു, എനിക്ക് ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. അപ്പോ പക്ഷെ ധന്യയോട് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയും? ഐ എഗ്രി ടു എന്ന് പറഞ്ഞു, ടു യുവർ ഐഡിയ. ധന്യയോടല്ല എനിക്കിഷ്ടം, ധന്യ പറഞ്ഞ ഐഡിയയോടാണ് എനിക്കിഷ്ടം. യെസ്. നേരെ മറിച്ച് ധന്യ പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ധന്യയോട് എനിക്ക് വഴക്കില്ല. അപ്പൊ ഐ എഗ്രി വിത്ത് യു. അപ്പൊ നമ്മൾ എഗ്രി ചെയ്യുന്നത് ഒരു വ്യക്തിയോടാണെങ്കിൽ അത് വിത്ത് വരും. എഗ്രി ചെയ്യുന്നത് വ്യക്തിയോടല്ല, ഒരു ഐഡിയോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോടാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് വരുള്ളൂ? വിത്ത് വരില്ല, ടു വരും. അതുകൊണ്ടാണ് പറയുന്നത് എഗ്രി വിത്ത് എ പേഴ്സൺ. വിത്ത് വരുമ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കും. ടു എ തിങ്, ടു എന്ന് പറയുമ്പോൾ ഒരു സംഗതി ആയിരിക്കും, ഒരു ഐഡിയോ ഒരു ആശയമോ അങ്ങനെ എന്തെങ്കിലും. എഗ്രി വിത്ത് എ പേഴ്സൺ ടു എ തിങ്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ശ്രദ്ധിക്കണം. കാരണം പ്രിപ്പോസിഷൻ മാറിക്കഴിഞ്ഞാല് അർത്ഥത്തിൽ മാറ്റം വരും. യെസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലൊന്ന്
ഓർമ്മയിലുണ്ടായിരുന്നു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ മനസ്സിലായില്ലേ പ്രിപ്പോസിഷൻ എന്താണെന്ന് മനസ്സിലായി. പ്രിപ്പോസിഷന്റെ കോമൺ ആയിട്ടുള്ള ഉപയോഗത്തെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ പ്രവീണ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഞാൻ ഒന്ന് രണ്ട് പ്രിപ്പോസിഷൻസ് ഒക്കെ വെറുതെ പറയാം. നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയത് എബവ്. എബവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നേരത്തെ ഓൺ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് എബവ്. എബവ് എന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിൽ, കേട്ടോ, എബവ് മുകളിൽ. ഇനി വേറൊരു പ്രിപ്പോസിഷനാണ് എഗൻസ്റ്റ്. എഗൻസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു ആർ എഗൻസ്റ്റ് മീ, നീ എനിക്കെതിരെയാണ്. എഗൻസ്റ്റ് അപ്പൊ എന്താണ്? എതിരെ. എതിരെ എന്ന് പറയുന്ന വേർഡാണ് എഗൻസ്റ്റ്. ഇനി വേറൊരു വേർഡാണ് എലോങ്. ALONG, എലോങ്. എലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താർത്ഥം? ലൂടെ എന്നാണ്. ലൂടെ, ലൂടെ. ഇപ്പൊ നമ്മൾ പറയുന്നത് ഞാനൊരു റോഡിലൂടെ നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്നുള്ളതിനായി റോഡ് എന്നുള്ളതിന് റോഡ്, നടക്കുക എന്നുള്ളൊരു വാക്ക്, അതിലൊക്കെ ഒരു ലൂടെ കണ്ടു. ലൂടെ. ആ ലൂടെ എന്നുള്ള അർത്ഥം കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചേർക്കണം? ഈ എലോങ് ചേർക്കണം. ഐ വാസ് വാക്കിംഗ് എലോങ് ദ റോഡ്. റോഡിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? നടക്കുകയായിരുന്നു. യെസ്, അപ്പൊ ആ ലൂടെ എന്നുള്ള അർത്ഥത്തില് നമുക്ക് മുകളിലൂടെ എന്നുള്ള അർത്ഥത്തില് ലൂടെ എന്ന അർത്ഥം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എലോങ് ആണ്. വേറൊരു ലൂടെയും കൂടി ഉണ്ട്. THROUGH, ത്രൂ. ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? ലൂടെ എന്നാണ് അർത്ഥം. ലൂടെ. ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലൂടെ. ഈ ത്രൂ എന്ന് പറയുന്ന വേർഡിനെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ ഓർക്കുന്ന ഒരു കോമഡി സംഗതിയുണ്ട്. മലയാളത്തിലെ പ്രിൻസിപ്പൽ ഒളിവിൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല അല്ലേ? യെസ്, ഒരു പഴയ സിനിമയാണത്. എനിക്ക് തോന്നുന്നു ഭരത് ഗോപിയൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. അതിന്റെ അകത്ത് ഒരു പാരലൽ കോളേജ് അധ്യാപകനാണ് ആര്? നെടുമുടി വേണു. നെടുമുടി വേണു ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതിന്റെ അകത്ത് പുള്ളി എന്ന് പറയുന്നുണ്ട് ഈ ത്രൂ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത്. യെസ്, നിങ്ങൾ എപ്പോഴെങ്കിലും ആ സിനിമ വരുമ്പോ അത് കണ്ടാൽ മതി. യെസ്, അപ്പൊ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂടെ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു എലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലൂടെ എന്നർത്ഥമാണ്. ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലൂടെ എന്നർത്ഥമാണ്. എലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുകളിലൂടെ. നമുക്ക് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്നു പ്രാർത്ഥനയിലൂടെ നമുക്ക് പുണ്യം കിട്ടും. അപ്പൊ പുണ്യം എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് നമുക്ക് വെർച്യു എന്ന് പറയാം. വെർച്യു. പ്രാർത്ഥന എന്നുള്ളതിന് പ്രയർ എന്ന് പറയാം. കിട്ടുക എന്നുള്ളതിന് ഗെറ്റ് എന്ന് പറയാം. നമ്മൾ എന്നുള്ളതിന് വി എന്ന് പറയാം. യെസ്, ഈ പ്രാർത്ഥനയിലൂടെ പുണ്യം കിട്ടും നമ്മൾ കാണുന്നില്ല അല്ലെ? വി ഓൺലി എക്സ്പീരിയൻസ് ഇറ്റ്. നമ്മളതൊന്ന് അനുഭവിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ പറയും? അവിടെ വരുന്ന ലൂടെ ഏതാണ്? ത്രൂ ആണ്. വി ഗെറ്റ് വെർച്യു ത്രൂ പ്രയേഴ്സ്. പ്രാർത്ഥനയിലൂടെ. അവിടെ എലോങ് ദ പ്രയർ എന്ന് പറയുന്നത്. എലോങ് എന്ന് പറഞ്ഞാൽ റോഡിലൂടെ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് എലോങ് എന്ന് പറയുന്നത്. ത്രൂ എന്ന് പറയുമ്പോൾ അതിന്റെ അകത്തൂടെ, ഉള്ളിലൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. അത് നമ്മൾ കാണുന്നില്ല. യെസ്, ഓക്കെ. അടുത്ത വേറൊരു പ്രിപ്പോസിഷനാണ് യമങ്. യമങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇടയിൽ. അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പറയാം ഇടയിൽ എന്നർത്ഥം വരുന്നത്. ഹി ഈസ് സിറ്റിംഗ് എമംഗ് അസ്. ഞങ്ങളുടെ ഇടയിൽ അവൻ ഇരിക്കുകയാകും. എമംഗ് മീൻസ് ഇടയിൽ. വേറൊരു പ്രിപ്പോസിഷനാണ് എറൗണ്ട്. എറൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ചുറ്റുക, ചുറ്റും എന്ന അർത്ഥമാണ്. യെസ്, നമുക്ക് പറയാം ദ എർത്ത് മൂവ്സ്. ഭൂമി എന്ത് ചെയ്യുന്നു? അനങ്ങുന്നു. എറൗണ്ട് ദ സൺ. സൂര്യന് ചുറ്റും. അല്ല, ആ ചുറ്റും എന്ന അർത്ഥത്തിലാണ് എറൗണ്ട് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. യെസ്. പിന്നെ വേറൊരു പ്രിപ്പോസിഷനാണ് ബിഹൈൻഡ്. ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ, പിറകിൽ എന്നർത്ഥമാണ് ബിഹൈൻഡ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു എബവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേറൊരു പ്രിപ്പോസിഷൻ ഉണ്ട് ബിലോ.
ബിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? താഴെ. ബിലോ മീൻസ് താഴെ. യെസ്. ഇനി അടുത്ത ഒരു പ്രിപ്പോസിഷൻ ആണ് ബിസൈഡ്. BESIDE, ബിസൈഡ്. ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരികിൽ എന്നാണ്. അരികിൽ. ബിസൈഡ് മീൻസ് നിയർ എന്നർത്ഥം. നിയർ. പക്ഷേ ഇതുപോലെ തന്നെ തോന്നുന്ന വേറൊരു പ്രിപ്പോസിഷൻ ഉണ്ട്. ആ ബിസൈഡ് എന്ന് എഴുതുന്നതിന്റെ കൂടെ ഒരു എസും കൂടി ചേർക്കാം. ബിസൈഡ്സ്. അതിന്റെ അർത്ഥം വേറെയാണ്. അരികിൽ എന്നല്ല. BESIDE, ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരികിൽ. പക്ഷെ ബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അപ്പൊ അരികിൽ എന്നല്ല അർത്ഥം. അപ്പൊ അർത്ഥം വേറെ. ആ ബിസൈഡ്സ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഇൻ അഡീഷൻ ടു, കൂടുതലായി. യെസ്, നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പറയാം ഐ ഹാവ് 2 brothers. എനിക്ക് എന്തുണ്ട്? 2 സഹോദരന്മാരുണ്ട്. ബിസൈഡ്സ് 1 sister. കണ്ടോ? ഒരു സിസ്റ്ററെ കൂടാതെ എനിക്ക് 2 സഹോദരന്മാരുണ്ട് എന്ന് പറയാറില്ല അങ്ങനെ. അത് കൂടാതെ പിന്നെ ഇതും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ സമയത്താണ് ബിസൈഡ്സ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക. നേരെ മറിച്ച് ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ, അരികെ എന്നാണ്. നമുക്ക് പറയാം ഐ വാസ് സ്റ്റാൻഡിങ് ബിസൈഡ് എ റിവർ. ഒരു നദിയുടെ സമീപത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റാൻഡിങ് ബിസൈഡ്. അത് നമ്മൾ മാറിപ്പോകണ്ട. വൺ ഈസ് ബിസൈഡ്, നെക്സ്റ്റ് വൺ ഈസ് ബിസൈഡ്സ്. രസം കൂടി ചേരും. ബിസൈഡ് എന്ന് പറഞ്ഞാൽ നിയർ, ബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ അഡീഷൻ ടു, കൂടുതലായിട്ട്. അടുത്ത മറ്റൊരു പ്രിപ്പോസിഷൻ ആണ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ അറിയാലോ, ബിറ്റ്വീനിൽ മധ്യത്തിൽ. യെസ്, നടുക്ക് അർത്ഥം വരുന്നതാണ് ബിറ്റ്വീൻ. കല്യാണക്കുറിയിലൊക്കെ വരുന്ന വേർഡാണ് ബിറ്റ്വീൻ. മുഹൂർത്തം 10നും 11നും മധ്യത്തിലാണ്. അപ്പൊ അങ്ങനെ മുഹൂർത്തം ഈസ് ബിറ്റ്വീൻ 10 and 11 AM. അവ ഇടയിലല്ല, നടുക്ക് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. യെസ്. ഇനി വേറൊരു പ്രിപ്പോസിഷനാണ് ബിയോണ്ട്. ബിയോണ്ട് മുകളിൽ, എബവ്. ബിയോണ്ട് മുകളിൽ. നേരത്തെ പറഞ്ഞ എബവ് എന്ന് പറഞ്ഞ പോലെ. ഇനി വരുന്ന അടുത്ത മറ്റൊരു പ്രിപ്പോസിഷനാണ് ബട്ട്. ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ, പക്ഷേ എന്ന് പറയുന്ന വേർഡാണ് ബട്ട്. അപ്പൊ അത് വേറൊരു പ്രിപ്പോസിഷനാണ്. വേറൊരു പ്രിപ്പോസിഷനാണ് ഡൗൺ. ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താഴെ. താഴെ, ഡൗൺ. യെസ്. ഇനി അടുത്ത് വരുന്ന വേറൊരു പ്രിപ്പോസിഷനാണ് ഡൂറിങ്. DURING, ഡൂറിങ്. ഡൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് എന്നതാണ്. എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ? യെസ്. അത് അവിടെ വരുന്ന ആ ഇടയ്ക്ക് എന്നുള്ള അർത്ഥമാണെന്ത്? ഡൂറിങ് എന്ന് പറയുന്ന വേർഡ്. ഡൂറിങ് എന്ന് പറയുന്ന വേർഡ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം ഐ വാസ് ടോക്കിംഗ് ടു അല്ലൂസ് ഡൂറിങ് ദി മീറ്റിംഗ്. അല്ല, മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഞാൻ അല്ലൂസിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡൂറിങ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഡൂറിങ്. യെസ്. പിന്നെ അടുത്ത ഒരു പ്രിപ്പോസിഷനാണ് ഇൻസൈഡ്. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ, അകത്ത്. യെസ്. വേറെ ഒരു പ്രിപ്പോസിഷനാണ് എക്സെപ്റ്റ്. EXCEPT, എക്സെപ്റ്റ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴികെ. ഓൾ ആർ പ്രസന്റ് എക്സെപ്റ്റ് മൈ ഫാദർ. എന്റെ അച്ഛൻ ഒഴികെ എല്ലാവരും പ്രസന്റ്. യെസ്. അല്ല, അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ കൊടുക്കില്ലേ, അതിനാണ് എക്സെപ്റ്റ് എന്ന് പറയും. അടുത്ത ഒരു പ്രിപ്പോസിഷനാണ് ഓർ. OR, ഓർ. നമുക്കറിയാവുന്നതാണ്. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ. ഓർ അതല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ. യെസ്. അപ്പൊ ഇൻസൈഡ് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് ആയ വേറൊരു പ്രിപ്പോസിഷനാണ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്ത്, പുറത്തേക്ക്. യെസ്.
ഇനി വരുന്ന വേറൊരു പ്രിപ്പോസിഷനാണ് ദാൻ, THAN, ദാൻ. ദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രിപ്പോസിഷനാണ്. ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ കാൾ എന്ന് പറയില്ലേ. ദാൻ ആർസു, ആർസുവിനേക്കാൾ. ദാൻ ആൻസി, ആൻസിയേക്കാൾ. കണ്ടോ? അപ്പൊ അങ്ങനെ ആ കാൾ എന്ന അർത്ഥം വരുന്ന സ്ഥലത്തേക്ക് എന്ത് വരും? ഈ ദാൻ എന്ന് പറയുന്ന വേർഡ് വരും. പിന്നെ ഒരു കാര്യം കൂടി പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ ആ വെർബിന് നമ്മൾ 3 കാലങ്ങൾ പറയും. V1, V2, V3 അല്ലെ? വെർബിന് 3 കാലങ്ങൾ: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ് നമ്മൾ വെർബിന് പറയുന്ന 3 കാലങ്ങൾ. ഇതുപോലെ അത് വെർബിന് ഒരു അഡ്ജക്റ്റീവ് എടുത്തു കഴിഞ്ഞാലും അഡ്ജക്റ്റീവിനും ഇതുപോലെ 3 കാലങ്ങൾ പറയും. പക്ഷെ അതിനെ V1, V2, V3 എന്നൊക്കെ പറയാം. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. ഈ 3 ഡിഗ്രീസ് എന്ന് പറയും. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അങ്ങനെ 3 ഡിഗ്രികളുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ നമ്മൾ പറയുന്നത് ജിൻസി ഈസ് എ ഗുഡ് ലേഡി എന്ന് പറയാം. ജിൻസി ഈസ് എ ഗുഡ് ലേഡി. അപ്പൊ ആ ഗുഡ് എന്ന് പറയുന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആണ്. കാരണം എന്താണ്? അത് ജിൻസിയെ വിശേഷിപ്പിക്കുന്നു അല്ലെ? അപ്പൊ അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത്. കുറച്ചുകൂടി നല്ലതാണെങ്കിലോ ബെറ്റർ. ഏറ്റവും നല്ലതാണെങ്കിലോ ബെസ്റ്റ്. ഗുഡ് നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ലട്ട. അപ്പൊ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഡിഗ്രി. അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ബെറ്റർ. അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ബെസ്റ്റ്. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് ദ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം, ഇതിന്റെ അപ്പുറത്തേക്ക് നല്ലത് ഉണ്ടാവാൻ പാടില്ല. യെസ്, കാരണം അതിന്റെ അപ്പുറത്തേക്ക് ഇതിൽ നല്ലത് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കൊടുക്കരുത്. എന്താ കൊടുക്കാവൂ? ഒന്ന് ഇറക്കി പിടിച്ചേക്കാം, ബെറ്റർ കൊടുത്താൽ മതി. അപ്പൊ ഗുഡിന്റെ മുകളിലായി. യെസ്, അതുപോലെ തന്നെ എല്ലാ വാക്കുകൾക്കും ബ്യൂട്ടിഫുൾ, സുന്ദരമായത്. ഇനി കുറച്ചുകൂടി ഭംഗിയുണ്ടെങ്കിൽ മോർ ബ്യൂട്ടിഫുൾ. കണ്ടോ? ഇനി ഏറ്റവും ഭംഗിയുള്ളതാണെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ടോൾ, പൊക്കമുള്ളത്. കുറച്ചുകൂടി പൊക്കം ഉണ്ടെങ്കിലോ ടോളർ. ഏറ്റവും പൊക്കമുള്ളതാണെങ്കിലോ ടോളസ്റ്റ്. അപ്പൊ നമ്മൾ പറയുന്നത് ആ ക്ലാസ്സിൽ ഐഷയാണ് ഏറ്റവും പൊക്കമുള്ള വിദ്യാർത്ഥി. ആ ക്ലാസ്സിൽ ഐഷയേക്കാൾ പൊക്കമുള്ള വേറെ കുട്ടി അവിടെ ഉണ്ടാകരുത്. അപ്പൊ നമുക്ക് പറയാം ഐഷ ഈസ് ദി ടോളസ്റ്റ് ഗേൾ ഇൻ ദ ക്ലാസ്. ഐഷ എന്താണ്? ക്ലാസ്സിൽ ഏറ്റവും പൊക്കമുള്ള വിദ്യാർത്ഥി. ടോളസ്റ്റ് സൂപ്പർലേറ്റീവ് തന്നെ പറയാൻ നമുക്ക്, കാരണം അതിനേക്കാൾ പൊക്കമുള്ള വേറെ ആളില്ല. യെസ്, അപ്പോ ഐഷ പൊക്കമുള്ള കുട്ടിയാണ്, അപ്പുറത്ത് നിൽക്കുന്ന നർമ്മിതയും പൊക്കമുള്ള കുട്ടിയാണ്. ഈ 2 പേരും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യണം. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ മനസ്സിലായി നർമ്മിതക്കാണ് പൊക്കം കൂടുതൽ, ഐഷക്ക് പൊക്കം കുറവാണ്. ഈ 2 പേര് എടുത്തു കഴിഞ്ഞാൽ നർമ്മിതക്കാണ് പൊക്കം കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് പറയും? നർമ്മിതയാണ് ഐഷയേക്കാൾ പൊക്കമുള്ളത്. ഐഷയേക്കാൾ, അത് കാൾ വന്നില്ലേ, അവിടെയാണ് ഈ ധ്യാനം പേര് വരുന്നത്. എങ്ങനെ പറയപ്പോ? നർമ്മിത ഈസ് ടോളർ ദാൻ ഐഷ. അപ്പൊ 2 സംഗതികളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കരുത്. അതിന്റെ നടുക്കുള്ളൂ. പോസിറ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പാരിറ്റീവിന്റെ അടിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക. താരതമ്യം ചെയ്യുക, വേറെ എന്തെങ്കിലുമായിട്ട് താരതമ്യം ചെയ്യുക. ഈ കമ്പയർ എന്ന് പറയുന്ന ആ വേർഡിൽ നിന്ന് നമുക്ക് പറയാം. കമ്പയർ ചെയ്യാന്ന് പറയുന്നത് എന്നെ അവളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യണമെന്ന് നമ്മൾ പറയും. കമ്പയർ, താരതമ്യം ചെയ്യാൻ നല്ലത്. അപ്പോ താരതമ്യം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ എല്ലായ്പ്പോഴും എന്തും ദാൻ എന്ന് പറയുന്ന വേർഡ്, കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ അടിയിൽ വരുന്ന വേർഡിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ദാൻ ചേർക്കും. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞ നേരത്തെ നർമ്മിത ഈസ് ടോളർ ദാൻ ഐഷ. ഐഷയേക്കാൾ പൊക്കമുള്ളതാണ്. യെസ്, അപ്പോ അവിടെ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി വെച്ചേക്കണം, ബനാന ഫ്രൈ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇന്നലെയും ബനാന ഫ്രീ ആയിരുന്നു. അപ്പൊ നമുക്കത് സൂചിപ്പിക്കണം, ഇന്നലത്തെ
ബനാന ഫ്രൈനേക്കാൾ നല്ലത് ഇന്നത്തെ ബനാന ഫ്രൈ ആണ്. ഇന്നലെ പഴംപൊരി ഉണ്ടാക്കിയിരുന്നു, ഇന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ കഴിച്ചിട്ടുണ്ട്, ഇന്ന് കഴിച്ചിട്ടുണ്ട്. ഇന്ന് കഴിച്ചതിന് ശേഷം നിങ്ങൾ പറയണം ഇന്നലത്തെ പഴംപൊരിയേക്കാൾ നല്ലത് ഇന്നത്തെ പഴംപൊരിയാണ്. റസീന എന്ന് പറഞ്ഞു നോക്കി. ഇന്നലത്തെ പഴംപൊരിയേക്കാൾ നല്ലത് ഇന്നത്തെ പഴംപൊരിയാണ്. പഴംപൊരി എന്ന് ഉള്ളത് ബനാന ഫ്രൈ. റസീന പോയാ? യെസ്, പോയി. സബിത ഇവിടെ ഇല്ല. റസീന എന്നത് മൈക്കോടാക്ക്. റസീന ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇന്നലത്തെ പഴംപൊരിയേക്കാൾ നല്ലത് ഇന്നത്തെ. ഇതൊക്കെ എപ്പോഴെങ്കിലും പറയേണ്ടി വരെ ഓരോ ഐറ്റം തന്നെ ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതായിട്ട് നല്ലത് ഇന്ന് എത്ര മോശമായിട്ട്. അപ്പൊ നമ്മൾ താരതമ്യം ചെയ്യും. അപ്പൊ ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത്. താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ഉപയോഗിക്കാൻ പാടില്ല, കമ്പാരിറ്റീവ് ബെറ്റർ വെച്ച് പറയേണ്ടി വരും. പറയാം. പറഞ്ഞോളൂ റസീന. Today's banana fry is most tasty than yesterday's banana fry. Okay. മോസ്റ്റ് വരുമ്പോ ഏറ്റവും സൂപ്പറായി പോയി. മോർ ഉപയോഗിക്കണം കേട്ടോ. എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഗുഡ് ബെറ്റർ ബെസ്റ്റ് വെച്ച് നമുക്ക് എടുക്കാം. ഗുഡ് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഡിഗ്രി. അടുത്തതാണ് ബെറ്റർ, അത് കമ്പാരിറ്റീവ്. അടുത്തതാണ് ബെസ്റ്റ്, ബെസ്റ്റിനാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇവിടെ നമ്മൾ താരതമ്യം ചെയ്യല്ലേ. ഇന്നലത്തെ പഴംപൊരിയെയും ഇന്നത്തെ പഴംപൊരിയെയും നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഈ നടുക്കുള്ളത് എടുക്കണം, കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള വാക്കെടുക്കണം. നമുക്ക് പറയാം ടുഡേയ്സ് ബനാന ഫ്രൈ ഈസ് ബെറ്റർ ദാൻ യെസ്റ്റർഡേയ്സ് ബനാന ഫ്രൈ. ഇന്നലത്തെ പഴംപൊരിയേക്കാൾ നല്ലത് ഏതാണ്? ഇന്നത്തെ പഴംപൊരി. അപ്പൊ നല്ലത് കുറച്ചുകൂടി നല്ലത് കാണിക്കാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഗുഡ് എന്നുള്ളതിന് കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. യെസ്, ഓക്കെ. ചിത്ര, ഒരു ചോദ്യം. ചോദ്യം ഇതാണ്. നീ എന്നേക്കാൾ സീനിയർ ആണ്. ഇംഗ്ലീഷ് പറഞ്ഞു. നീ ഒരാളോട് പറയുകയാണ്, ധന്യനൊക്കെ പറയുകയാണ്, നീ എന്നേക്കാൾ സീനിയർ ആണ്. സീനിയർ എന്നുള്ളതിന് സീനിയർ. നീ എന്നേക്കാൾ സീനിയർ ആണ്. ഓരോരുത്തരും മനസ്സിലായി ആലോചിച്ച് വെച്ചോണ്ടാ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരാം. അപ്പൊ ആൻസിക്ക് എന്തോ പിടി കിട്ടിയിട്ടുണ്ട്. ഞാൻ വരാം ആൻസി. യെസ്, ചിത്രയുടെ മറുപടിക്ക് ശേഷം കൂടെ വരാം. ആൻസി കിട്ടിയിട്ടുണ്ട്, ആർസൂന് കിട്ടിയിട്ടുണ്ട്. ഓ യെസ്, റസീനക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, ഓക്കെ. ചിത്ര തെറ്റിക്കോട്ടെ, ധൈര്യമായിട്ട് പറഞ്ഞോ. എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ല. യെസ്, ഓക്കെ. വെരി ഗുഡ്. നോ പ്രോബ്ലം. യെസ്, ഓക്കെ. യെസ്, അപ്പൊ നമുക്കൊരു കാര്യം, ആൻസിയുടെ ആദ്യം പറഞ്ഞത് ആൻസർ ചെയ്യാനുള്ള പോലെ. സർ എനിക്കറിയത്തില്ല, ഞാൻ എഴുതിയത് പറയാം. യെസ്, യു ആർ ദ സീനിയർ മോസ്റ്റ് ഗേൾ ദാൻ മീ. യെസ്, അവിടെ നിൽക്കട്ടെ. യെസ്, പിന്നെ ആരാണ്? ആർസു പറ. എന്റെ മോസ്റ്റ് സീനിയർ ദാൻ യു ആർ മോസ്റ്റ് സീനിയർ ദാൻ മീ. യെസ്, ഓക്കെ. അതാണ് നിൽക്കട്ടെ. നർമ്മിത. You are senior to me. You are senior to me. യെസ്. അടുത്തത് വേറെ ആരാണ്? Sir, you are senior than me. You are senior than me. Yes. Okay. You are more senior. You are more senior than me. Me. Yes. Okay. ശ്രീജക്ക് എന്താ പറയാനുള്ളത്? അത് തന്നെയാണ് സർ. You are senior than me. You are senior than me. Yes. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇവിടെ ശ്രീജയും ജിൻസിയും ഒക്കെ വളരെ നിഷ്കളങ്കരായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ നിയമം വെച്ചങ്ങൾ ചിന്തിച്ചു. അതായത് യു ആർ സീനിയർ ദാൻ മീ അല്ലെ
എന്നേക്കാൾ നിങ്ങൾ സീനിയർ അങ്ങനെയല്ല പറഞ്ഞത്, നീ എന്നേക്കാൾ സീനിയർ എന്നാണ് അല്ലേ? യെസ്. അപ്പൊ യു ആർ സീനിയർ ദാൻ മീ. പക്ഷേ ആ എന്നേക്കാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ആ കാൾ എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രീജിയും ജിൻസി എല്ലാം എന്ത് ഉപയോഗിച്ചത്, ഈ പറഞ്ഞ ദാൻ ഉപയോഗിച്ചത്. പക്ഷേ ഇവിടുത്തെ മിസ്റ്റേക്ക് ദാനാണ്. അപ്പൊ നിങ്ങളിപ്പോ എന്ത് ചെയ്യും, നേരിട്ട് കണ്ടാൽ ചീത്ത പറയും അല്ലേ? ഇത്രയും നേരം ഇവിടെ നിന്ന് ദാൻ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ഉളുപ്പില്ലാണ്ട് മാറ്റി പറയണം. ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ആരാണ്? നർമ്മിത. വെരി ഗുഡ് നർമ്മിത. യെസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഷയിലേക്കും വേറെ ഭാഷയിൽ നിന്ന് വാക്കുകൾ വന്നിട്ടുണ്ട്. ഈ സീനിയർ എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തുകൊണ്ട് വേണം. സീനിയറാരെ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് സീനിയർ എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ചില സാധനങ്ങളൊക്കെ എഴുതുമ്പോൾ അരി, മുളക്, മല്ലി, മഞ്ഞൾ, കടുക്, ഉള്ളി ഒക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഒരു ETC ഇടും. മുതലായവ എന്നർത്ഥം വരുന്ന ETC ഇട്ട് 2 കുത്തിടും. എക്സ് ചേത്തര എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എക്സെട്ര എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഒരു നിയമമാണത്. ഇങ്ങനെ ലാറ്റിൻ വേർഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന വാക്കുകളുടെ കൂടെ ദാൻ ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് അവിടെ ദാന് പകരം ടു എന്ന് ഉപയോഗിക്കണം. പക്ഷെ ദാൻ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുമ്പോഴുള്ള അതേ അർത്ഥം തന്നെയായിരിക്കും. പിടികിട്ടിയോ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ആരാണ്? നർമ്മിത്. യു ആർ സീനിയർ ദാൻ മീ എന്നല്ല, യു ആർ സീനിയർ ടു മീ. അപ്പൊ ആ ടുവിന്റെ അർത്ഥം എന്നല്ല, ദാൻ തന്നെയാണ്. കാരണം ഈ സീനിയർ എന്ന് പറയുന്ന വേർഡ് ഏതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്നതാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്നതാണ്. അങ്ങനെ ഒരുപാട് വാക്കില്ലേ. എല്ലാ വാക്കുകളെയും നമുക്ക് മലയാളം പറയാനായിട്ട് പറ്റില്ലല്ലോ. മലയാളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ചില വാക്കുകൾക്ക് നമ്മൾ സബ് ഇൻസ്പെക്ടർ എന്നുള്ളൊരു മലയാളം എന്താണ്? ചെറുകിട കുറ്റാന്വേഷകൻ എന്നാണ്. ബഹുമാനപ്പെട്ട ചെറുകിട കുറ്റാന്വേഷകൻ നമുക്ക് എഴുതും ഇല്ല, ചെറുകിട കുറ്റാന്വേഷകൻ എന്നാണ് സബ് ഇൻസ്പെക്ടറിന്റെ മലയാളം. സൈക്കിൾ എന്നുള്ളൊരു മലയാളം എന്ത് വരും? ഇരുചക്ര ശകടം ആണ് സൈക്കിൾ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം. സ്വിച്ച് എന്നുള്ളൊരു സ്വിച്ച് മലയാളം വേർഡല്ലേ? നിങ്ങൾ വർത്താനം പറയുമ്പോ ഒരു ഇംഗ്ലീഷ് വാക്ക് ടച്ച് ചെയ്യാതൊരു വാക്ക് കുറച്ച് നേരം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ സ്വിച്ച് മലയാളം വേർഡ്, ഇംഗ്ലീഷ് വേർഡാണ്. അതിന്റെ മലയാളം എന്തൊരു മോളെ ആ സ്വിച്ച് ഇട്ട് എന്ന് പറയുന്നത്. പക്ഷെ എന്താ സബിത പറയാൻ പോയത്? വൈദ്യുതി ആഗമന എന്തോ ആണ്. യെസ്, കറക്റ്റ് പറഞ്ഞത്. വൈദ്യുത ഗമനാഗമന നിയന്ത്രണി. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുള്ളൂ? സ്വിച്ച് എന്നാവുള്ളൂ. അപ്പോ മോളെ നീ ആ വൈദ്യുത ഗമനാഗമന നിയന്ത്രണി ഒന്ന് അമർത്തും എന്ന് പറയേണ്ടി വരും. സ്വിച്ച് ഇടൂ എന്ന് പറയുന്നതിന് പകരമായിട്ട്. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ ചില വാക്കുകൾ നമ്മൾ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും അത് ചിലപ്പോൾ ഇംഗ്ലീഷ് വേർഡായിരിക്കും. അതുപോലെ തന്നെയാണ് ലാറ്റിൻ ഒറിജിനൽ വരുന്ന വേർഡുകൾ ഇംഗ്ലീഷിൽ ധാരാളം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് പറയാനായിട്ട് സാധിക്കും? നമുക്ക് ആ ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന വേർഡുകളിൽ നിന്ന് വരുന്ന വാക്കുകളിലൂടെ ധ്യാൻ ഉപയോഗിക്കുന്നത് അതേ അർത്ഥം തന്നെയായിരിക്കും ടു ഉപയോഗിച്ചാൽ മതി ധ്യാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനൊരു നിയമം കിടപ്പുണ്ട് ഇംഗ്ലീഷിൽ. അതുകൊണ്ടാണ് നർമ്മിത മാത്രം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞത്? ധ്യാൻ ഉപയോഗിക്കാതെ ടു പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കിപ്പോ വേറെ സംശയം തോന്നും, സാറേ ഇതൊരു വാക്ക് കാണുന്നത് ലാറ്റിനാണ്, ഇത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്നാണെന്ന് ഞങ്ങളെങ്ങനെ അറിയും അല്ലേ? അങ്ങനെ സംശയം തോന്നുന്നില്ല. ഇത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, ജിൻസി അതാണ് പറഞ്ഞത്. ഇത് എവിടെ നിന്ന് വന്നാണ് ഞങ്ങളെങ്ങനെ അറിയും? വാക്കുകളോട് ചോദിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് വാക്കുകൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇപ്പൊ നമ്മൾ സീനിയർ വന്നു, ജൂനിയറും ലാറ്റിൻ വേർഡാണ്, സുപ്പീരിയർ ലാറ്റിൻ വേർഡാണ്, അങ്ങനെ പ്രിഫർ ലാറ്റിൻ വേർഡാണ്. ഇങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഞാനിത് മുഴുവൻ പറയാൻ കാരണം ഇവിടെ
ദാൻ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നു കഴിഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ദാൻ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷന്റെ അർത്ഥം എന്താണ്? കാൾ എന്ന അർത്ഥമാണ്. കാൾ കേട്ടോ. പക്ഷെ ലാറ്റിൻ ഭാഷയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു വേർഡ് അതിനകത്ത് ഉണ്ടെങ്കിൽ അവിടെ ദാൻ ഉപയോഗിക്കരുത്, ടു ഉപയോഗിച്ചാൽ മതി. കാൾ എന്ന് പറയുന്ന അർത്ഥം കിട്ടിക്കൊള്ളും. യെസ്. ഇനി അടുത്തത് വേറൊരു പ്രിപ്പോസിഷൻ. ആ പ്രിപ്പോസിഷന്റെ പേരാണ് ടിൽ. TILL. ടിൽ. ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തർത്ഥം? വരെ. ടിൽ മിഡ് നൈറ്റ്, അർദ്ധരാത്രി വരെ. ടിൽ 10 o'clock, 10 മണി വരെ. ആ വരെ എന്ന അർത്ഥം കിട്ടണ്ടേ? അതിന് ഉപയോഗിക്കുന്ന വേർഡാണ് ടിൽ എന്ന് പറയുന്നത്. അടുത്ത വേറൊരു പ്രിപ്പോസിഷനാണ് ടുവാർഡ്സ്. ടുവാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ അതേ അർത്ഥമാണ്. നേരെ. ടുവാർഡ്സ് മീ, എന്റെ നേരെ. ടുവാർഡ്സ് യു, നിങ്ങളുടെ നേരെ. യെസ്. പിന്നെ വേറെ അടുത്ത ഒരു പ്രിപ്പോസിഷനാണ് അണ്ടർ. നമുക്ക് അറിയാവുന്ന വേർഡാണ് അണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ. യെസ്. ഓക്കെ. ഇനി വരുന്ന ഒരു പ്രിപ്പോസിഷനാണ്, നമ്മൾ നേരത്തെ വിത്ത് പറഞ്ഞു, വിത്തൗട്ട് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നതാണ് വിതിൻ. WITHIN, വിതിൻ. വിതിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ, അകത്ത്. വിതിൻ ദ റൂം, മുറിക്കുള്ളിൽ. ദ ബോക്സ് ഈസ് വിതിൻ ദ റൂം, മുറിക്കുള്ളിൽ, മുറിക്കകത്ത് എന്നുള്ള അർത്ഥത്തില് വിതിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ, അകത്ത് എന്നർത്ഥമാണ്. അപ്പൊ ഞാനിവിടെ സൂചിപ്പിച്ചത് എല്ലാവരും കുറച്ച് കോമൺ ആയിട്ട് വരുന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കോമൺ ആയിട്ട് പ്രിപ്പോസിഷൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഒരു പ്രിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞു. ഇത് നമ്മളെല്ലാം പറഞ്ഞ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ പ്രിപ്പോസിഷന്റെ അകത്തേക്ക് നമ്മൾ കടന്നിട്ടില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കിടക്കാം. യെസ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓക്കെ, ടൈപ്പ് ചെയ്താൽ മതി ആൻസർ, അല്ലെങ്കിൽ മൊത്തം കൺഫ്യൂഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ, ദാറ്റ് ക്യാൻ ബി ഈറ്റ്, ദാറ്റ് ക്യാൻ ബി ഡ്രിങ്ക് എന്നൊക്കെ ചോദിച്ചില്ലേ ഇന്നലെ? യെസ്. അപ്പൊ ഓക്കെ. അപ്പൊ അതങ്ങനെ വിട്ടേക്ക്, ആ വർഷം കൊണ്ട് വിട്ടേക്ക്. യെസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇന്റലിജൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച. ഗ്രൂപ്പ് ഓഫ് കീസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചില്ലേ? അതും ചോദിച്ചു. യെസ്. വെരി ഗുഡ്. യെസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം യെസ്. ഇന്നലെ പിന്നെ നമ്മൾ കുറച്ച് പ്രോവർബിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? യെസ്. ഓക്കെ. ഐ ഡു റിമെമ്പർ ദാറ്റ്. ഇപ്പൊ ഓർമ്മ വന്നു. യെസ്. വെരി ഗുഡ്. യെസ്. അപ്പൊ ഇന്നലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇതായിരുന്നു. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഡാഷ്. അപ്പൊ അതിനെന്ത് പറഞ്ഞു? ഫോണ്ടർ എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചു. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതല്ലേ? വെരി ഗുഡ്. യെസ്. അപ്പോ അടുത്ത ആ സെക്ഷനിൽ വരുന്ന ചോദ്യമാണ്. ഇതും എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നിങ്ങൾ ഫിൽ ചെയ്താൽ മതി. ഒരു പഴഞ്ചൊല്ലിന്റെ കഷ്ടോട് ഞാൻ പറയാം, ബാക്കി നിങ്ങൾ ഫിൽ ചെയ്യാം. ക്യൂരിയോസിറ്റി കിൽഡ് KILL ഡാഷ്. ക്യൂരിയോസിറ്റി കിൽഡ് ഡാഷ്. ഹരിത മാത്രമുള്ളൂ അല്ലേ? യെസ്. അതൊരു പഴഞ്ചൊല്ലാണ് കേട്ടോ. ക്യൂരിയോസ്. ഹരിത, ആർസു, ആൻസി. വലിയ ഉള്ളൂ അല്ലേ? ഹരിത, ആർസു, ആൻസി. യെസ്. എല്ലാവർക്കും 1 point വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ്. ഓക്കെ. ക്യൂരിയോസിറ്റി കിൽ ദ കാറ്റ്. ഇതാണ് ആ പഴഞ്ചൊല്ല്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് അറിയാൻ പറ്റും, കാരണം
അത് നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ്. Every dog has a dash. ഹരിത, ഐഷ, ആസു. ഹരിത, ഐഷ ഉണ്ട് അല്ലേ? ഐഷ ആൻഡ് ആസു. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, ഡേ ആണ് കറക്റ്റ്. വിജിൻസി കറക്റ്റ് ആണ്. അത് നമുക്ക് എല്ലാ നായ്ക്കൾക്കും ഒരു ദിവസം ഒന്ന് വൈകിക്കും വരുവിടെ ഒരു ദിവസം പല ആൾക്കാരെ നമ്മൾ വെല്ലുവിളിച്ചിട്ടുള്ളതാണ്. Every dog has a day. Okay. ഹരിത കഴിഞ്ഞ് സബിതയാണ് സർ. ഹരിത കഴിഞ്ഞിട്ട് സബിത. ഓക്കെ, അതൊക്കെ പറഞ്ഞോളൂ കേട്ടോ. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, എന്നെക്കാളും കൂടുതൽ കാര്യം ശ്രദ്ധിച്ചോളാം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, സബിതയെ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തത്, good things come to those THOAC dash. Good things come to those dash. ആ വേർഡ് വന്നാൽ മതി. കറക്റ്റ് വേർഡ് വന്നാൽ ഞാനിപ്പോ മാർക്ക് തരുന്നു. മാർക്കേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് തരാൻ. യെസ്, ചിത്ര, വെരി ഗുഡ്. ചിത്ര, ശ്രീജ, ആൻസി. ചിത്ര, ശ്രീജ, ആൻസി നേരത്തെ വന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഒരു കുഴപ്പമില്ല. യെസ്, കറക്റ്റ് ആണ്. ദോസ് ഹു വെയിറ്റ്, WAIT, വെയിറ്റ്. ആരാണോ കാത്തു നിൽക്കുന്നത് അവർക്കാണ്, ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും ആണ് അതിന്റെ അർത്ഥം. ദോസ് ഹു വെയിറ്റ്. അടുത്തത്, the grass is always greener dash. The grass is always greener dash. Yes, Arsu, very good. Arsu, Harida, Ansi. Arsu, Harida, Ansi. Yes. Okay. നമ്മൾ അക്കരെ പച്ച എന്ന് പറയില്ല. ഇപ്പുറത്ത് നിന്ന് നദിയുടെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അപ്പുറത്ത് പച്ചപ്പ് തോന്നും, അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ പച്ചപ്പ് തോന്നും. അത് ആ സംഗതിയാണ് ഈ പറഞ്ഞേക്കണേ. ദി ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ്. ഓൺ ദി അതർ സൈഡ്, മറ്റേ സൈഡിൽ. കറക്റ്റ്. അടുത്തത്, ക്ലീൻലിനെസ് എന്ന് വെച്ചാൽ വൃത്തി. ഈസ് next to dash. Cleanliness is next to dash. Yes, Harida, correct. Very good. Harida, Narmida, Srija. Harida, Narmida നേരത്തെ വന്നിട്ടില്ല അല്ലേ? Namrida and Srija. Yes. Yes, godliness. Then correct ആണ്. കാരണം വെച്ചാല് ദൈവികത്വം, നല്ല മനുഷ്യർക്ക് വൃത്തിയായിട്ട് നടക്കാനായിട്ട് പറ്റുള്ളൂ. യെസ്. അടുത്തത്, ആ എണ്ണത്തിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Don't bite BIT. Bite the hand dash. Don't bite the hand dash. Harida, Arsu, Narmida. Harida, Arsu, Narmida. Yes, correct ആണ്, correct ആണ്. Very good, very good, very good. നമ്മൾ പറയാറില്ലേ, പാല് കൊടുക്കുന്ന കൈക്ക് ഒത്തരുത് എന്ന് പറയാറില്ല. പാല് കൈ കൊടുക്കുന്ന കൈക്കാണല്ലോ കൊടുത്തത്. ഓക്കെ ധന്യ, ഓക്കെ സുധി, ആ സാധനമാണ് ഈ വന്നിരിക്കുന്നത്. Don't bite the hand that feeds you. നിനക്ക് ഭക്ഷണം തരുന്ന കയ്യിൽ ഒത്തരുത് എന്ന് പറഞ്ഞു. യെസ്. അപ്പൊ നമുക്ക് 2-3 മിനിറ്റ് കൂടെ ഉള്ളതുകൊണ്ട് വേറെ ഒരു മോഡലുള്ള ഒന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. യെസ്, ദീപാവലിയെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചെന്ന് പറയാൻ പറ്റുമോ?
പറഞ്ഞതാണല്ലേ? യെസ്. ആ, ഞാൻ ചോദിച്ചോളാം കേട്ടോ. അപ്പൊ ദീപാവലിയെ കുറിച്ച് ചോദിക്കണമെന്നുള്ള കേസ് നിർമ്മിതനെ ഓർമ്മിപ്പിച്ചാൽ മതി. യെസ്. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഈ ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ എന്നാണ്. എന്താണ്? ഇ. ഇ എന്നുള്ള ലെറ്റർ വേണം ആരംഭിക്കാൻ. ഇ. ഇ. ഇ മീൻസ് എലിഫന്റ്. ഓക്കെ. അപ്പൊ യുവർ ആൻസർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ഇ. ഇയിൽ ആരംഭിക്കണം. ഓക്കെ. സിമ്പിൾ ചോദ്യം ആദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: എ പീസ് ഓഫ് ജുവലറി worn, WOR, worn on the ear. ചോദ്യം തീർന്നു. അതിലും ആൻസർ നർമ്മിത, ആർസു, ആൻസി. നർമ്മിത, ആർസു, ആൻസി. കറക്റ്റ് ആൻസർ ആണ്. എന്താണത്? ഇയറിംഗ്. റിംഗ്. ഇയറിംഗ് ആണ്. ചെവിയിൽ ധരിക്കുന്ന ഓർണമെന്റ്സ് ഇയറിംഗ്. ഈ വെച്ചിട്ട് ആരംഭിക്കുന്നത് ഇയറിംഗ്. യെസ്, കറക്റ്റ് ആൻസർ. അപ്പൊ ഞാൻ ചോദ്യം ഫിനിഷ് ആക്കിയില്ല. അതിന് മുമ്പ് തന്നെ നർമ്മിത ആൻസർ ആയിട്ട് വന്നു. അത് ഞാൻ ആദ്യം എളുപ്പമുള്ള ചോദിച്ചാണ്. നിങ്ങൾ ചാലാവാൻ വേണ്ടി ചോദിച്ചാണ്. യെസ്. അപ്പൊ നിങ്ങൾ ചാലായി തോന്നിയത് കൊണ്ട് ഐ കം ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സൗണ്ട് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. എ സൗണ്ട്. ആർസു, ആൻസി, ഹരിത. ആർസു, ആൻസി, ഹരിത. യെസ്, കറക്റ്റ് ആൻസർ ആണ് എക്കോ. റിഫ്ലക്ട് ചെയ്ത സൗണ്ട് ഏതാണ്? എക്കോ ആണ്. എക്കോ എന്ന് പറയുമ്പോൾ ECHO ആണ്. ഈ ആദ്യത്തെ ലെറ്റർ. കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഇതാണ്: എ ലോങ് ഫിഷ്. എ ലോങ് ഫിഷ് ദാറ്റ് ലുക്സ് ലൈക്ക് എ സ്നേക്ക്. ആർസു, നർമ്മിത, ശ്രുതി. ആർസു, നർമ്മിത, ശ്രുതി അല്ല, ആൻസി ആണ് സാർ. ആൻസി ആണ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ ഓക്കെ, വിഷമിക്കണ്ട. യെസ്. ഓക്കെ, ശരി. ആൻസർ പെടുത്തിയിട്ടുണ്ട്. ഡോണ്ട് വറി, ഡോണ്ട് വറി. അല്ല സാർ, അത് കയ്യിൽ കുഞ്ഞിരിക്കുന്നോണ്ടാണ് ടൈപ്പ് ചെയ്യാൻ പാടാതാ. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതാണ് അല്ലെ? ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ, അത് നിങ്ങൾക്ക് പരിഗണിച്ചു. ഓക്കെ. അടുത്തത്: ആൻ imaginary line around the middle of the earth. An imaginary line around the middle of the earth. EARTH. Arsu, Narmida, Harida. Arsu, Narmida, Harida. Yes, correct. ഓക്കെ. തന്നെയാ ഭൂമധ്യരേഖ നമ്മൾ പറയില്ലേ, അത് തന്നെ അതിന്റെ ഇംഗ്ലീഷിൽ ഇക്വേറ്റർ. യെസ്, കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു GK പോലത്തെ ചോദ്യമായി. കുഴപ്പമില്ല, ഈ വെച്ച് വരുന്നതല്ലേ. ചോദ്യം ഇതാണ്: പീപ്പിൾ ലിവിങ് ഇൻ ഐസ്, ഐസ്, നിയർ Arctic coast, COAST coast. People living in ice near Arctic coast. ഇഗ്ലു അല്ല സംവിധ, ആർട്ടിക് കോസ്റ്റ്. എർത്തല്ല അവിടെ പറയുന്ന പേര്. എർത്തികല്ല ശ്രീജ. People living in ice near Arctic coast, COAST coast. ഈ എടുത്ത് നോക്കുന്ന വേറൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ള പേരാണ്. യെസ്, ഇവിടെ ഈയിലാണ് അവസാനിക്കുന്നത്, ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് എസ്സിലാണ്. ഈ വാക്യം കിട്ടും നോക്കി. തുടങ്ങുന്നത് ഈയില്, ലാസ്റ്റ് അവസാനിക്കുന്നത് എസ്സിൽ.
ഇയിൽ തുടങ്ങി എസിൽ അവസാനിക്കുന്നു. ആരുമില്ല. Sir, question ഒന്ന്. People living in ice near Arctic coast. ഇയിൽ തുടങ്ങി എസിൽ അവസാനിച്ചു. ഒരു ക്ലൂ കൂടി പറയാണ്, ഈ കഴിഞ്ഞിട്ടുള്ള വേർഡും എസ് തന്നെയാണ്. അപ്പൊ ഈ എസ് പിന്നത്തെ വേർഡ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേർഡ് എസ് തന്നെയാണ്. ആർസു yes, Srija, correct answer, very good. Yes, Srija, Arsu, Narmida. Srija, Arsu and Narmida. Okay, very good, very good, very good. Yes, അപ്പോൾ പോയിന്റ് നിലവാരം പറയാം. ചിത്ര 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഐഷ 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സബിത 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ശ്രീജ 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ആൻസിക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 6 പോയിന്റ്. ആൻസിയെ പോലെ തന്നെ നർമ്മിതയ്ക്കും 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. നർമ്മിതയ്ക്കും 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ നിങ്ങൾ രണ്ടുപേരും വെങ്കല മെഡലിന് അർഹരായിട്ടുണ്ട് കേട്ടോ, ആൻസി ആൻഡ് നർമ്മിത. ഇനി അടുത്തത് ഹരിത. ഹരിതയ്ക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ് വെള്ളി മെഡലിന് അർഹയായിട്ടുണ്ട്. ആർസുവിന് ഇന്നലെയും ആർസുവിന്റെ ആയിരുന്നല്ല ഫസ്റ്റ് അടിച്ചല്ലേ, 16. അല്ല, ഇന്നലെ ആർസു ഒന്നുമില്ല, ഇന്നലെ ഹരിതയായിരുന്നു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ആർസുവിന് ടോപ്പ് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞു കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിപ്പോസിഷന്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. സൈൻ ഓഫ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ പോസ് ചെയ്യാം. Good morning, sir. Yes, And my dear students, I extend a heartfelt thank you to all who made today's event a success. A special thank to our sir for your valuable class time and inspiring words. We are truly honored by your presence. Thank you for your wonderful class, and students for your presence and participation. Thank you all. Thank you, sir. Yes, very good, very good, very good, very good. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay.